السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ ഒരു യാത്രയിലാണ്. യാത്രക്കിടയിൽ നബിയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളുടെ തലയിൽ ഒരു മുറിവ് പറ്റി. അത് കാര്യമായിട്ടുള്ള ഒരു മുറിവാണ്. അന്ന് ആ സ്വഹാബി സ്വപ്നസ്ഖലനമുള്ളവനുമായി. സ്വപ്നസ്ഖലനമുണ്ടായാൽ കുളിക്കണമല്ലോ, കുളി നിർബന്ധമാണ്. ഇപ്പോൾ കൂടെയുള്ള കൂട്ടുകാരോട് ഈ സ്വഹാബി ചോദിച്ചു, ഹൽ തജിദൂന ലീ റുഖ്സതൻ ഫി തയമ്മും, എനിക്ക് തയമ്മും ചെയ്യാൻ എന്തെങ്കിലും ഇളവ് നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ തലയിൽ മുറിവുണ്ട്, അപ്പോൾ കുളിക്കാതെ തയമ്മും ചെയ്യാൻ എന്തെങ്കിലും ഇളവുണ്ടോ? അപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, മാ നജിദുലക റുഖ്സതൻ, ഞങ്ങൾ നിനക്ക് ഇളവൊന്നും കാണുന്നില്ല. വ അൻത തഖ്ദിറു അലൽ മാ, നീ വെള്ളമൊഴിച്ച് കുളിക്കണം, ഞങ്ങൾ ഇളവൊന്നും കാണുന്നില്ല. ഫഗ്തസല ഫമാത, അങ്ങനെ ആ സ്വഹാബി തല നനച്ച് കുളിച്ചു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു മുറിവ് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്നത്. യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ നബിയുടെ അരികിലെത്തി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്തായിരുന്നു അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ അവരെ എതിർക്കുകയും തിരുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നബി പറഞ്ഞ വാക്കിതാണ്, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവർ ആ മനുഷ്യനെ കൊന്നു, നിങ്ങൾ അയാളെ കൊന്നു. ഖതലഹുമുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ഗൗരവം എത്രയായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, അലാ സഅലു ഇദ് ലം യഅലമു, നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. അറിയാത്തൊരു വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അറിവില്ലായ്മയുടെ പരിഹാരം ചോദിച്ച് പഠിക്കുക എന്നുള്ളതാണ്, അന്വേഷിച്ചറിയുക എന്നുള്ളതാണ്. അറിയാത്തൊരു വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് ഫത്വ പറയാൻ പോകുന്നത്? ആ സ്വഹാബി തയമ്മും ചെയ്താൽ മതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിവുള്ള ഭാഗത്ത് തടവി ബാക്കിയുള്ള ഭാഗങ്ങൾ നനച്ചു കുളിച്ചാൽ മതിയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അറിവില്ലായ്മയുടെ ഒരു അപകടമാണ് നമ്മളിവിടെ കണ്ടത്. അറിവില്ലായ്മ കൊണ്ട് ഒരു സ്വഹാബിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അറിവ് എന്നതാണ് അടിസ്ഥാനം, അതാണ് അടിത്തറ. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും തുല്യമാവുകയില്ല. ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമുണ്ട്. കുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, നബി അവരോട് ചോദിക്ക്, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാകുമോ? അവർ സമമാകുമോ? ഒരിക്കലും സമാവൂല. ഇരുട്ടും വെളിച്ചവും തുല്യമാകാത്തതുപോലെ, രാവും പകലും ഒരുപോലെ ആകാത്തതുപോലെ, തീയും വെള്ളവും സമമാകാത്തതുപോലെ, ജീവനുള്ളവരും ജീവനില്ലാത്തവരും സമമാകാത്തതുപോലെ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും തുല്യമാവുകയില്ല. അറിവുള്ള ഒരാളുടെ നിസ്കാരം, അപ്പം അള്ളാഹു നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ മാത്രം ആരാധിക്കാനാണല്ലോ. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തന്നെ ഇബാദത്താണ്. അറിവുള്ള ഒരാളുടെ നിസ്കാരവും അറിവില്ലാത്ത ഒരാളുടെ നിസ്കാരവും ഒരുപോലെയാണോ? അല്ല. അറിവുള്ള ഒരാളുടെ നോമ്പും അറിവില്ലാത്ത ഒരാളുടെ നോമ്പും ഒരുപോലെയാണോ? അറിവുള്ള ഒരാൾ സക്കാത്ത് കൊടുക്കുന്നതും അറിവുള്ള ഒരാൾ ഹജ്ജ് ചെയ്യുന്നതും അറിവില്ലാത്ത ഒരാൾ ഇതൊക്കെ ചെയ്യുന്നതും
ഒരിക്കലും സമമാവുകയില്ല. പ്രിയപ്പെട്ടവരെ, റമദാൻ നമ്മുടെ അരികിലെത്തിയിരിക്കുകയാണ്. ഇനി റമദാനിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. വർഷത്തിലൊരിക്കൽ നമ്മളെ തേടി വരുന്ന അതിഥിയാണ് റമദാൻ. എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളും ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഒരാളും ഒരുപോലെയാണോ? അവർ രണ്ടുപേരെയും നമ്മൾ ഒരുപോലെയാണോ ട്രീറ്റ് ചെയ്യാറുള്ളത്? അല്ല. രണ്ടുപേർക്കും കൊടുക്കുന്ന പരിഗണനയിൽ മാറ്റമുണ്ട്. എല്ലാ മാസവും വരുന്ന ഒരാളും എല്ലാ വർഷവും വരുന്ന ഒരാളും തമ്മിൽ മാറ്റമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഹോസ്റ്റലിൽ പഠിച്ച ആളുകൾക്കും കെട്ടിച്ച് അയച്ച പെൺകുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവർക്ക് നൽകുന്ന സ്വീകരണവും സൽക്കാരവും വിരുന്നുമൊക്കെ വേറെ തന്നെയാണല്ലോ. അപ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മളെ തേടി വരുന്ന അതിഥിയാണ് റമദാൻ. ഒരു അതിഥിയെ നമ്മൾ ശരിക്ക് അടുത്തറിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾക്ക് നമ്മൾ ഒരുക്കുന്ന വിരുന്നും സൽക്കാരവും ഒക്കെ ചിലപ്പോൾ പാളിപ്പോകും. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലേക്കൊരു ഗസ്റ്റ് വരാൻ, ആ ഗസ്റ്റ് വരുന്ന വിവരം ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഗസ്റ്റ് വരുന്ന അന്ന് രാവിലെ നമ്മൾ മാർക്കറ്റിൽ പോയി നല്ല 2 കിലോ മട്ടൻ വാങ്ങി, നമ്മുടെ വൈഫ് ഒരുപാട് സമയമെടുത്ത് നല്ലൊരു മട്ടൻ ബിരിയാണിയൊക്കെ ഒരുക്കി. ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കുടിക്കാൻ നല്ല മാംഗോ ജ്യൂസ് അടിച്ചു. അതിഥി വീട്ടിലെത്തി. നമ്മൾ ആദ്യം വെൽക്കം ഡ്രിങ്ക് എന്ന നിലക്ക് അവർക്ക് മാംഗോ ജ്യൂസ് കൊടുത്തു. അപ്പോൾ അതിഥിക്ക് ഷുഗറാണ്, മധുരം തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ തൽക്കാലം നമ്മളൊരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ചോറ് കഴിക്കുന്ന സമയത്ത് മട്ടൻ ബിരിയാണി ഉണ്ടല്ലോ എന്ന് നമ്മൾ ആശ്വസിച്ചു. അങ്ങനെ ഭക്ഷണത്തിന് സമയമായി. നമ്മൾ തീന്മേശയിൽ മട്ടൻ ബിരിയാണി വിളമ്പി അതിഥിയെ ക്ഷണിച്ചു. അപ്പോൾ അതിഥിക്ക് ആടിൻ്റെ മണം തന്നെ പറ്റൂല. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു നിരാശ ഉണ്ടല്ലോ. കാരണം നമ്മൾ രാവിലെ നേരത്തെ പോയി മട്ടൻ വാങ്ങി വന്നതാണ്, നമ്മുടെ പ്രിയതമ്മ കഷ്ടപ്പെട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയതാണ്, അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ആ അതിഥിയെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ, അയാളൊരു ഷുഗർ രോഗിയാണ് എന്ന് നമുക്ക് അറിയാമായിരുന്നുവെങ്കിൽ, അയാൾ മട്ടൻ കഴിക്കൂല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ആ അതിഥിക്ക് വേണ്ടി ഒരുങ്ങുമായിരുന്നു. അയാൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നമ്മൾ ഒരുക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് റമദാൻ നമ്മളെ തേടി വരുന്ന അതിഥിയാൻ. ആ റമദാനിനെ അടുത്തറിഞ്ഞുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇത് ചെറിയൊരു അതിഥിയല്ല, ചില്ലറക്കാരനല്ല, സാധാരണക്കാരനല്ല, VIP ഗസ്റ്റാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളുമാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഈ മാസത്തെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മാറാനും മാറി ചിന്തിക്കാനും പുതിയ മനുഷ്യനാകാനും ഇതുപോലൊരു മാസം വേറെ ഉണ്ടാവും. റമദാനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലികത് അബ്വാബുൻ നാർ വസുൽസിലത്തി ഷയാത്തീൻ. റമദാൻ എത്തിയാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ മലർക്കെ തുറന്നു വെക്കുകയാണ്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറന്നു വച്ചിരിക്കുകയാണ്. റമദാൻ എത്തുമ്പോൾ നരകത്തിൻ്റെ 7 കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്നു. പിശാചുക്കളെ, ശൈത്താന്മാരെ അള്ളാഹു ചങ്ങലക്കിടുന്ന മാസമാണ് റമദാൻ. റമദാനിൻ്റെ 1-ാമത്തെ രാത്രി ആകാശത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ. നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരൂ, ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്, നിങ്ങൾക്കുള്ള മാസമാണ്. യാ ബാഗിയ ശർ അഖ്സിർ. തിന്മ ആഗ്രഹിക്കുന്നവരെ, തിന്മ കൊതിക്കുന്നവരെ, നിങ്ങൾ പിറകോട്ട് പോകും, നിങ്ങൾ മാറി നിൽക്കൂ, ഇത് നിങ്ങൾക്കുള്ള സമയമല്ല. പ്രിയപ്പെട്ടവരെ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാനിൽ നോമ്പെടുത്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കൊതിച്ചുകൊണ്ട് റമളാനിൽ നിന്ന് നിസ്കരിച്ചാൽ, രാത്രി നിസ്കാരം നിർവഹിച്ചാൽ, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. നമുക്ക് അതിനേക്കാളും വലുത് എന്താണ്? നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞാൽ
അത് ചെറിയൊരു സംഗതിയല്ലല്ലോ. ഈ റമളാനിൻ്റെ ഒരു രാത്രിയുടെ പ്രത്യേകത എന്താണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണ്, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. ലൈലത്തുൽ ഖദറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തറിയാം? അത് 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു അൻ വജ്ഹിഹി നാറ 70 ഖരീഫ. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മുടെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷം അകറ്റുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ 30 ദിവസം നോമ്പെടുക്കുന്ന ഒരാൾ നരകത്തിൽ നിന്ന് എത്രയാണ് അകലുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. മാറാനും പുതിയ തീരുമാനങ്ങൾ എടുക്കാനും നല്ലൊരു ജീവിതം തുടങ്ങാനും നമുക്ക് റമദാനിനേക്കാളും നല്ലൊരു സുവർണാവസരം വേറെയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുന്ന സമയത്ത് ആമീൻ പറഞ്ഞു. സഹാബിമാർ ചോദിച്ചു, എന്തിനാണ് ആമീൻ പറഞ്ഞത്? 3 തവണ നബി ആമീൻ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത്. അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? റഗിമ അൻഫു റജുൽ, ഒരു മനുഷ്യൻ നശിക്കട്ടെ. ജിബ്രീലാണ് പ്രാർത്ഥിക്കുന്നത് അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറയുന്നത്. ദഖല അലൈഹി റമദാൻ, റമദാൻ അവൻക്ക് കിട്ടി. സുമ്മൻ സലഖ, ആ റമദാൻ തിരിച്ചുപോയി. ഖബ്ല അൻ യുഗ്ഫറ ലഹ്, അവൻക്ക് അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്നതിന് മുമ്പ്. സുബ്ഹാനല്ലാഹ്. അവൻ നശിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അവസരം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. റമദാനിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തഖ്വയുള്ളവരാവുക എന്നുള്ളത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. ഒരായത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു ഒരു സംഗതി പറയുന്നത് എങ്കിൽ അത് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. അപ്പോൾ നോമ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തഖ്വ തന്നെയാണ്. ചില ആൾക്കാർ പറയലുണ്ട്, നോമ്പെടുക്കുമ്പോൾ അത് ആരോഗ്യത്തിന് മെച്ചാണ്, അത് പാവപ്പെട്ടവൻ്റെ പട്ടിണിയുടെ വേദന മനസ്സിലാക്കാനുള്ള മാർഗ്ഗമാണ്. അതൊക്കെ നോമ്പിലൂടെ നടക്കും എന്നുള്ളത് ശരിയാണ്. എന്നാൽ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? അത് തഖ്വയാണ്. വിശപ്പല്ല നോമ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. നമ്മൾ വിശന്ന് പട്ടിണി കടന്ന് കുറച്ചൊക്കെ കണ്ട് സഹിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. നോമ്പിലൂടെ നമുക്കത് അറിയാൻ പറ്റും. പാവപ്പെട്ടവൻ്റെ വേദനയും പട്ടിണിയുടെ നോവുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നാൽ അടിസ്ഥാന ലക്ഷ്യം അതല്ല. അടിസ്ഥാന ലക്ഷ്യം അതായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരിബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാ. ആരെങ്കിലും മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു, നോമ്പിൻ്റെ പകലിൽ ഒരാൾ നല്ല ഉഷാറായിട്ട് ചിക്കൻ ബിരിയാണി അടിച്ചു, മറന്നുപോയതാണ്, നോമ്പുകാരനാണെന്ന് ഓർമ്മയില്ല, അയാളുടെ നോമ്പ് മുറിയോ? മറന്നിട്ടാണെങ്കിൽ നോമ്പ് മുറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുതിമ്മ സൗമഹു, അവൻ അവൻ്റെ നോമ്പ് പൂർത്തിയാക്കട്ടെ. ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, അള്ളാഹു ആണ് അവനെ ഭക്ഷിപ്പിച്ചത്, അള്ളാഹു ആണ് അവനെ കുടിപ്പിച്ചത്. അവൻ ആ നോമ്പ് പൂർത്തിയാക്കട്ടെ എന്നാണ് പറഞ്ഞത്. വിശപ്പായിരുന്നു അടിസ്ഥാന ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം അവിടെ പൊളിഞ്ഞു. വിശപ്പല്ല ലക്ഷ്യം, തഖ്വയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ടല്ലോ, കം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ദമ. എത്ര നോമ്പുകാരാണ്, അവരുടെ നോമ്പ് കൊണ്ട് എന്താ അവർക്ക് കിട്ടിയത്? അവർ കുറേ ദാഹിച്ചു, അവർ കുറേ ക്ഷീണിച്ചു. കം മിൻ ഖായിമിൻ, എത്ര രാത്രി നിസ്കാരക്കാരാണ്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവരുടെ രാത്രി നിസ്കാരം കൊണ്ട് അവർക്ക് എന്താ കിട്ടിയത്? അവർ കുറേ ഉറക്കൊഴിച്ചു എന്നല്ലാതെ. കാരണം അവരുടെ സംസാരത്തിൽ അവർ അള്ളാഹുവിനെ പേടിച്ചിട്ടില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടില്ല. കാണാൻ പാടില്ലാത്തത് അവർ കണ്ടിട്ടുണ്ട്, പറയാൻ പാടില്ലാത്തത് അവർ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാൻ പാടില്ലാത്തത് അവർ കേട്ടിട്ടുണ്ട്. പിന്നെന്ത് നോമ്പാണ്? മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. അനാവശ്യ വർത്തമാനങ്ങളും പ്രവർത്തികളൊന്നും ഒഴിവാക്കാത്തവൻ, അവന് ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണമെന്ന് അള്ളാഹുവിനൊരു ആവശ്യവുമില്ല.
അപ്പോൾ ആ തഖ്വ നേടിയെടുക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അള്ളാഹു ഈ റമദാനിനെ ഏറ്റവും നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇടങ്ങറാക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു ഈ ഇബാദത്തുകളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. ആ ദീനിനെ അടുത്തറിയുമ്പോഴാണ് നമുക്കത് ശരിക്കും ബോധ്യപ്പെടുക. ഒരു മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സഹാബി വന്നു. ആ സഹാബി പറഞ്ഞു, യാ റസൂൽ അല്ലാഹ് ഹലക്കുത്തു, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ നശിച്ചിരിക്കുന്നു. മാലക്, എന്തു പറ്റി? വഖഅതു അല ഇംറഅതി ഫി റമദാൻ, റമദാനിൽ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. റമദാനിൽ ശാരീരിക ബന്ധം പകൽ സമയത്ത് ഹറാമാണല്ലോ. അപ്പം ഞാൻ നശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്വഹാബി വന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് ചോദിക്കുകയാണ്, ഹൽ തജിദു റഖബതൻ തുഅതികുഹ, നിനക്ക് ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ? നബി, അതെനിക്ക് കഴിയില്ല. ഫഹൽ തസ്തതിഉ അൻ തസൂമ ഷഹ്റൈനി മുതതാബിഐൻ, അങ്ങനെയാണെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാൻ കഴിയുമോ? നബി, അതും എനിക്ക് കഴിയൂല. ഫഹൽ തജിദു ഇത്ആമ 60 മിസ്കീന, അങ്ങനെയാണെങ്കിൽ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? റമദാനിൻ്റെ പകലിൽ ഒരാൾ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തങ്ങളാണിതൊക്കെ. ഒന്നാമത്തേത് ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് കഴിയില്ല എങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുക. അതിനും കഴിയില്ല എങ്കിൽ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഈ സ്വഹാബിക്ക് ഇത് 3ഉം കഴിയില്ല. അങ്ങനെ അയാൾ അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വേറെയും സ്വഹാബിമാരുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി ഒരു പാത്രത്തിൽ കുറച്ച് കാരക്കയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരാൻ. അപ്പോൾ നബി ചോദിച്ചു, അയിന സാഇൽ, നേരത്തെ എന്നോട് വന്ന് വിഷയങ്ങൾ പറഞ്ഞ ആളെവിടെ? എന്നിട്ട് ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുദ്ഹ ഫതസദ്ദഖ് ബിഹി, ഇതാ ഈ പാത്രത്തിലുള്ള കാരക്ക നീ എടുത്തോ, അത് കൊണ്ടുപോയിട്ട് സ്വതക്ക കൊടുക്ക്, നീ ചെയ്ത തെറ്റിനുള്ള പ്രായച്ചിത്തമായിക്കൊണ്ട്. അപ്പോൾ ആ സ്വഹാബിൻ്റെ അടുത്ത ചോദ്യം എന്താണെന്നറിയോ? അല അഫ്ഖറ മിന്നി യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെക്കാളും ദരിദ്രനായ ഒരാൾക്കാണോ ഞാനിത് സ്വതക്ക കൊടുക്കേണ്ടത്? എന്നെക്കാളും ദരിദ്രനായ ഒരാൾ ഈ നാട്ടിൽ വേറെയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു എന്നാണ്. ഹത്ത ബദത് അൻയാബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോണ കാണുന്ന വിധത്തിൽ നബി ചിരിച്ചു എന്നാണ്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കാറുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്ഇംഹു അഹ്ലക്, നീ അത് നിൻ്റെ വീട്ടുകാരെ കഴിപ്പിക്ക്. സുബ്ഹാനല്ലാഹ്, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീൻ. നമുക്ക് കഴിയാത്തതൊന്നും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നമുക്ക് കഴിയുന്നതേ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളൂ. ഈ സ്വഹാബിൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ. അയാൾ റമദാനിൽ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ആളാണ്. അതിന് നിശ്ചയിക്കപ്പെട്ട പ്രായച്ചിത്തങ്ങളൊന്നും അയാൾക്ക് കഴിയുന്നില്ല. അപ്പം അയാൾക്ക് കഴിയുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അയാളോട് നിർദ്ദേശിക്കുന്നത്. ദീനിനെ അടുത്തറിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദീൻ എത്ര എളുപ്പമാണ്, ഈ ദീൻ എത്ര സുന്ദരമാണ് എന്നത്. അതുകൊണ്ട് ഈ റമദാനിനെ നമ്മൾ ശരിക്കൊരു അവസരമായിക്കൊണ്ട് കാണണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ബാബ, സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്. യുഖാലു ലഹു അർ-റയ്യാൻ, ആ വാതിലിൻ്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്സായിമൂൻ, ആ വാതിലിലൂടെ പ്രവേശിക്കുക നോമ്പുകാരാൻ. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാത്ത ആരും ആ വാതിലിലൂടെ പ്രവേശിക്കുകയില്ല. നോമ്പുകാർക്ക് മാത്രമായിക്കൊണ്ട് അള്ളാഹു ഒരുക്കിയ വാതിൽ. പ്രിയപ്പെട്ടവരെ, റമദാനിലൂടെ റയ്യാനിലേക്കെത്താൻ നമുക്ക് പറ്റണം. ഈ റമദാനിനെ അടുത്തറിഞ്ഞുകൊണ്ട് വർഷത്തിലൊരിക്കൽ നമ്മളെ തേടി വരുന്ന ഈ അതിഥിയെ നന്നായിട്ട് സ്വീകരിക്കാനും സൽക്കരിക്കാനും നമ്മൾ ഒരുങ്ങുക. റമദാനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക്. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.